ശക്തിപ്പെടുത്താനായിട്ടുള്ളൊരു കാര്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട്ടിൽ സുവിശേഷം പറയാന്നുള്ളതാണ്. മറന്നുപോയ കാര്യങ്ങളാണ്. നമ്മളെപ്പോഴാണ് ഈശോയെ പറ്റി ഒന്ന് പറഞ്ഞേക്കണം. ഒരുമിച്ചിരുന്ന് വട്ടം കൂടി കാര്യങ്ങൾ പറയുമ്പോൾ നാളെ അടച്ചു തീർക്കാനുള്ള ലോണിനെ കുറിച്ച് നമ്മൾ പറയും, മറ്റന്നാൾ പോകാനുള്ള വിവാഹത്തെക്കുറിച്ച് പറയും, മക്കളുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ പഠനത്തെക്കുറിച്ച്, ഇടേണ്ട ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച്, ജോലിയില്ലാത്തതിനെ കുറിച്ച്, കുറച്ച് സ്ഥലം വാങ്ങുന്നതിനെ കുറിച്ച്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു 3, 4, 5 പേരിങ്ങനെ കുടുംബത്തിലുള്ളവര് ഒരുമിച്ചിരുന്ന് ഒന്ന് സംസാരിക്കുമ്പോൾ, അങ്ങനെ ഒരു സമയം കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ വലിയ ഭാഗ്യം. അത് മുടക്കരുത്. ആ ഒരു സംസാരത്തില്, ഒരുമിച്ചിരുന്നുള്ള കുശലം പറച്ചിലില് ഈശോ എന്നൊരു വാക്ക് വരാറുണ്ടോ എന്ന് ആലോചിച്ചു നോക്കും. സുവിശേഷം പറയാം, ബലപ്പെടുത്തണം. കർത്താവേ, അങ്ങയെ പറഞ്ഞ് പരസ്പരം ബലപ്പെടുത്തുന്നവരായി മാറും, അങ്ങയെ കൊടുക്കുന്നവരാണ്. ഞങ്ങളുടെ കുടുംബം അതിൻ്റെ ഒരു ഇടമായി മാറും. ഈശോയെ വിളിച്ചു പറയുന്ന ഒരു ഇടമായി മാറും. അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് വേണം നമുക്ക് പുറത്തേക്കുള്ള സുവിശേഷ പ്രഘോഷണം ആരംഭിക്കാം. കുടുംബമാണ് ആദ്യത്തെ പാഠശാല എന്നൊക്കെ പറയണത് കാര്യത്തിലൊക്കെ ആപ്ലിക്കബിൾ ആണ്. അവിടെ പയറ്റി തെളിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ലോകത്തോട് സുവിശേഷം വിളിച്ചു പറയാൻ, എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയാൻ, ഈ ലോകത്തിൻ്റെ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിലാണെന്ന് വിളിച്ചു പറയാൻ, ഏറ്റുപറയാൻ, സാക്ഷിയാവാനുള്ള പാഠശാല കുടുംബമാണ്. പരസ്പരം പറഞ്ഞു ആ ഒരൊറ്റ പറച്ചില് ക്രിസ്തുവെന്നുള്ളൊരു വാക്കില് നമ്മുടെ മക്കള് ബലപ്പെടുന്നത് കാണാൻ പറ്റും. വൃദ്ധരായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ശക്തി കിട്ടുന്നത്, സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടുന്നത് കാണാൻ പറ്റും. തളർന്നിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങള് ഈശോ എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ബലം പ്രാപിക്കുന്നത് അറിയാൻ പറ്റും. ഈശോ എന്നുള്ള നാമമേറ്റു പറയാൻ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കാനായിട്ടുള്ള അഭിഷേകത്തിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട്, അതിനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി, ആശീർവാദത്തിനായി നമ്മെ തന്നെ ഒരുക്കാം.